എന്താടാ ബാബു? കാറ് മൊത്തം ക്ലീൻ ആക്കി മലയാളി. ഈ കളർ ഒരു സുഖമില്ല മലയാളി. ഞാൻ കോഴിക്കോടിന് അടിച്ച പെയിന്റ് ഇരിപ്പുണ്ട്, എടുത്ത് അടിക്കട്ടെ മലയാളി? നിന്റെ ശവം ഞാൻ എടുക്കും. വേണ്ട മലയാളി, ഇത് തന്നെയാണ് നല്ലത്. ചെടിക്ക് വെള്ളം വെച്ചോടാ. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു മലയാളി. എല്ലാപ്പോഴും എനിക്കൊരു കൊട ചൂട് നനയ്ക്കത്തില്ലായിരുന്നു. सबसे बड़ा शुद्ध हास्य है मेरा ताला विधि. അച്ഛാ, രാഹുൽ മോനാ ബാ. നിന്റെ കാര്യം ഇന്നലെയും കൂടെ ഞാൻ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞു. എന്നെ കണ്ട് പഠിക്കണമെന്നല്ലേ അച്ഛാ? കേട്ടറാ ബാബു, ഇവന്റെ അത്ര നല്ലൊരു പയ്യൻ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. നല്ല സ്വഭാവം, ദുശീലങ്ങളൊന്നുമില്ല. അതേ മലയാളി, നല്ല പയ്യനാ മലയാളി. ഇന്നലെ ബീറേജ് ചെന്നപ്പോ ബെഡാക്യൂ ഈ പയ്യനെനിക്ക് ഫ്രണ്ടിൽ നിന്ന് സാധനം വാങ്ങി തന്നു മലയാളി. എന്നാണ് ഈ പറയുന്നത്? ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ, ചിലപ്പോ ആ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും കണ്ടത്. അല്ലടാ ബാബു മോനെ. മാന്യന്മാരെ പിള്ളേരെ പറ്റി അബോധം പറയുന്നത്. എടാ നീ അവനോടൊന്ന് പറയടാ, അവന്റെ സപ്ലൈക്ക് ഒന്ന് എഴുതിയെടുക്കാൻ. എത്ര നാളായത്? ഞാൻ അവനോട് എപ്പോഴും പറയും അച്ഛാ, സപ്ലൈ ചെയ്തെടുക്കുക, എന്തെങ്കിലും ജോലിക്ക് നോക്കുക, അല്ലെങ്കിൽ എന്നെ പോലെ പുറത്തേക്ക് നോക്കാനൊക്കെ ഞാൻ പറയും. പക്ഷെ ആര് കേൾക്കാനാ? അല്ല നിന്റെ പുറത്തേക്കുള്ള പോക്കാരൊക്കെ എന്തായി? അത് ഞാൻ കോഴിക്കോടുള്ള ഒരു ഏജൻസി കൊടുത്തിട്ടുണ്ട് അച്ഛാ. എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ പോകാൻ പറ്റും. സ്റ്റെർലിംഗ് സ്റ്റഡി അബ്രോഡ്. അവിടുത്തെ നല്ല സർവീസാ ചേട്ടാ. നിനക്കിതെങ്ങനെ അറിയാം? ഞാനും പോവാൻ മുതലാളി ജർമ്മനിക്ക്. ഇന്ത്യയിൽ നിന്നിട്ട് ആർക്കും ഒരു വിലയില്ല. എത്ര പണിയെടുത്താലും ബംഗാളി ബംഗാളി എന്നുള്ള വിളിയും പൊറോട്ടയും ചാറും. സ്റ്റെർലിംഗ് ആകുമ്പോൾ ടപ്പട്ടവേന്ന് അഡ്മിഷൻ സെറ്റ് ആക്കി തരും ചേട്ടാ. പിന്നെ എനിക്ക് മാർക്ക് കുറവായിരുന്നെങ്കിൽ സ്റ്റെർലിംഗ് സ്കോളർഷിപ്പോടെ അഡ്മിഷൻ സെറ്റ് ആക്കി തന്നു മുതലാളി. മിക്കവാറും ഈ മാസം തന്നെ ഞാൻ പോകും മുതലാളി. പിന്നെ ഒരു പണിയില്ലാത്ത മുതലാളിയുടെ മോനെ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിക്കേണ്ടി വരും. ഈ നാട്ടിലെ പിള്ളേർക്കൊക്കെ എന്നെ വിവരമാണ്. എന്റെ ചെറുക്കം മാത്രമാണ് ഇങ്ങനെ. 8 ഗുണം 10 ഗുണം എന്നല്ലേ മുതലാളി?